മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് താങ്ങും കരുതലുമായി സംസ്ഥാന സർക്കാർ ബാധിതരിൽ അർഹരായ 402 കുടുംബങ്ങൾക്കും വീട് വെച്ച് നൽകുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും യൂത്ത് കോൺഗ്രസും ആർക്കാണ് വയനാട്ടിൽ വീട് വെച്ച് നൽകുന്നതെന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ ഉയരുന്നത്. കേരള ജനത കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം. മലയാളികളാകെ ഞെട്ടലോടെ വിറങ്ങലിച്ചു നിന്ന ദുരന്തം. കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും ജീവിതം തന്നെ ഒലിച്ചുപോയവർക്ക് താങ്ങും തണലുമാണ് സംസ്ഥാന സർക്കാർ. പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുൻപോട്ടു പോകുന്നു. 402 കുടുംബങ്ങളിലെ 1662 ആളുകൾക്കാണ് ടൗൺഷിപ്പിൽ 5 സോണുകളായി വീടൊരുക്കുന്നത്. ഇതിൽ 106 കുടുംബങ്ങൾ സർക്കാരിൻ്റെ ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്കുള്ള നഷ്ടപരിഹാര തുകയായ 15 ലക്ഷം രൂപ ഇതിനോടകം തന്നെ സർക്കാർ കൈമാറുകയും ചെയ്തു. ഇതിനായി 2.8 കോടി രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും 13.52 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകി. ആകെ വിതരണം ചെയ്തത് 16.05 കോടി രൂപയാണ്. നിലവിലുള്ള 3 ലിസ്റ്റുകൾ പ്രകാരം 402 കുടുംബങ്ങളാണ് വീടുകൾക്കായി കാത്തിരിക്കുന്നത്. ദുരന്തബാധിതരിൽ അർഹരായ 402 കുടുംബങ്ങൾക്കും സർക്കാർ വീട് വെച്ച് നൽകുമ്പോൾ ഇതിൽ 100 വീടുകൾക്കുള്ള നിർമ്മാണ ചെലവ് സർക്കാരിന് നൽകിയിരിക്കുന്നത് DYFI എന്ന സംഘടനയാണ്. ഇനി ടൗൺഷിപ്പിന് പുറമേ നിന്നും വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 105 വീടുകൾ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി 100 വീടുകൾ, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് 30 വീടുകൾ, മറ്റു സംഘടനകളുടെ വക 258 വീടുകൾ ഉൾപ്പെടെ ആകെ 488 വീടുകൾ. അർഹരായ 402 കുടുംബങ്ങൾക്കും സർക്കാർ വീട് വെച്ച് നൽകുമ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്: മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന 105 വീട് ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? കോൺഗ്രസ് ആർക്കൊക്കെയാണ് 100 വീടുകൾ വെച്ചു കൊടുക്കുന്നത്? യൂത്ത് കോൺഗ്രസുകാർ നിർമ്മിച്ചു നൽകുന്ന 30 വീടുകൾ ഇവർ ആർക്കൊക്കെയാണ് നൽകുന്നത്? മറ്റു സംഘടനകളുടെ 552 വീടുകൾ ആർക്കൊക്കെയാണ് ലഭിക്കുക? ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.